എന്ന് പറയും, പേടിപ്പിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നും നടക്കണ ഒരു ലക്ഷണമില്ല. അപ്പോഴാണ് വീണ്ടും ഞാൻ പത്രസമ്മേളനം നടത്തിയത്. തെളിവ് നശിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ജനങ്ങൾ, നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യം, ഇപ്പം ഈ കള്ളക്കടത്തും റിദാൻ വധക്കേസും മാമി കേസൊക്കെ അന്വേഷിച്ച് കുറേ പണിയുണ്ടല്ലോ. ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് DGPക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോടാ അവിടുന്ന് പറയാൻ ഉള്ള തെളിവാണ്, ഡോക്യുമെന്റഡ് തെളിവാണ്. ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിൻ്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടാവണില്ല. വിജിലൻസ് ഇങ്ങനെ അന്വേഷിക്കുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന 11 മണിക്ക് മുമ്പ്, 4 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. തിരുവനന്തപുരത്ത് ഇയാൾ 35 ലക്ഷത്തിന് 33,80,000 ഫ്ലാറ്റ് വാങ്ങി 10ാമത്തെ ദിവസം 65 ലക്ഷത്തിന് മറിച്ച് വിറ്റു. ആധാരത്തിൻ്റെ കാര്യമായി പറയുന്നത്. ആധാരം നിങ്ങളൊക്കെ ചാനൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ സാധനം ഞാൻ 11 മണിൻ്റെ മുമ്പ് പുറത്ത് വിടുക, ഇതെങ്കിലും കണ്ടിട്ട് CM ഒന്ന് അടങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാൻ. അതിന് മുമ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എന്താ പറയുക കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം 2 ദിവസം പോലീസുകാർ അന്വേഷിച്ചെങ്കിലേ ആ 2-3 സംഗതികൾ കൂട്ടിമുട്ടുള്ളൂ. ഇത് പച്ചയായി 33,80,000 രൂപ